കൊറോണ വ്യാപനത്തെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങൾക്ക് UAE ഏർപ്പെടുത്തിയ വിലക്ക് മൂലം മാസങ്ങളോളം കുടുങ്ങിയിരിക്കുകയാണ് പ്രവാസികൾ. ഈ വിലക്ക് എന്നാണ് അവസാനിക്കുക എന്ന നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണവർ. എന്നാൽ ഇതെല്ലാം തന്നെ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിലക്ക് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി എമിറേറ്റ്സ് എയർലൈൻസ് രംഗത്തെത്തിയിരിക്കുകയാണ്. UAEയിലേക്കുള്ള യാത്രാവിലക്ക് എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും എമിറേറ്റ്സ് എയർലൈൻസ് വ്യക്തമാക്കുകയുണ്ടായി. ഈ മാസം 25 വരെ സർവീസ് ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസ് സാധാരണ നിലയിലാക്കുന്നത് UAE ഫെഡറൽ സർക്കാർ തീരുമാനം അനുസരിച്ചായിരിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. എപ്പോൾ വിമാന സർവീസ് പുനരാരംഭിക്കുമെന്ന് അന്തിമമായി പറയാൻ സാധിക്കില്ല. എങ്കിലും യാത്രക്കാർക്ക് ഈ പാതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതിനായി പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി കമ്പനി ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ അദ്നാൻ കാസിം ചൂണ്ടിക്കാട്ടി. യാത്രാവിലക്ക് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാനയാത്ര സർവീസ് ഉണ്ടാകില്ലെന്ന് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരുന്നു. അതത് രാജ്യങ്ങളിലെ കോവിഡ് സ്ഥിതിഗതികൾ സസൂക്ഷ്മം വിലയിരുത്തി വരികയാണ്. എല്ലാ തലങ്ങളും പരിശോധിച്ചാകും വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുകയെന്നും UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോവിഡ് വാക്സിന്റെ 2 ഡോസ് എടുത്തവർ ഉൾപ്പെടെ UAEയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും കോവിഡ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. പൂർണ്ണമായി വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്ക് ചില ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്ന് എയർ ഇന്ത്യ ഉദ്ധരിച്ച് വാർത്തകൾ വന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ഇന്ത്യൻ വിമാന കമ്പനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് യാത്രയ്ക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ നിന്ന് പൂർണ്ണ വാക്സിനേഷൻ എടുത്തവരെ കേരളം ഒഴിവാക്കിയെന്ന വാർത്ത ശരിയാണെന്നും എന്നാൽ അത് സംസ്ഥാനങ്ങൾക്കിടയിലെ യാത്രയ്ക്കാണെന്നും എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും റീജിയണൽ മാനേജർ PP സിംഗ് വ്യക്തമാക്കുകയുണ്ടായി. ഇക്കാര്യം എയർ ഇന്ത്യ ഹെഡ്ക്വാർട്ടേഴ്സുമായി സംസാരിച്ച് താൻ ഉറപ്പുവരുത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം പ്രഖ്യാപിച്ച പുതിയ ഇളവിന്റെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആഭ്യന്തര യാത്രക്കാർക്ക് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണ്ടിവരില്ല എന്നതാണ്. അതേസമയം അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഇത് നിർബന്ധമാണെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. 72 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് നിലവിൽ യാത്രക്കാർക്കുള്ള നിബന്ധന എന്നത്. എന്നാൽ കുടുംബാംഗങ്ങളിൽ ആരുടെയെങ്കിലും മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് വരുന്നവർക്ക് മാത്രമാണ് നെഗറ്റീവ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ ഇളവ് നൽകിയിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.